2025 ഓണം വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ നടത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഓണക്കനിയും നിറപ്പൊലിമയും. പൊതുവിപണിയിലേക്ക് വിഷരഹിതമായ പച്ചക്കറികൾ എത്തിക്കുക എന്നതാണ് ഓണക്കനിയിലൂടെ ലക്ഷ്യമിടുന്നതെങ്കിൽ ഓണപ്പൂക്കളങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൂക്കൾ മിതമായ നിരക്കിൽ വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നിറപ്പൊലിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓണത്തിന് മോടിക്കൂട്ടുന്നത് പൂക്കളും പച്ചക്കറികളുമാണ്. എന്നാൽ ഇനി അവ ജൈവ മാതൃകയിൽ കുടുംബശ്രീ നിങ്ങൾക്ക് നൽകും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി, പൂക്കൾ എന്നിവയുടെ വിളവെടുപ്പിന് തുടക്കമിട്ടു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കീഴിൽ അരിക്കുളം CDSന്റെ സഹായത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷി ഞങ്ങൾ ആരംഭിച്ചത്. അരിക്കുളം കൃഷിഭവനിൽ നിന്ന് 700ഓളം തൈകൾ ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല മഴയായിരുന്നു നടുമ്പോൾ, എന്നാലും ഇപ്പം നല്ലൊരു വിളവെടുപ്പ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSൽ കതിർ JLG ഗ്രൂപ്പിലെ കൃഷിയാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ 5 അംഗങ്ങളടങ്ങിയ ഗ്രൂപ്പാണ് ഇവർ കൃഷി ചെയ്യുന്നത്. നാടൻ കൃഷി രീതികളാണ് ഇവിടെ ചെയ്തു വരുന്നത്. അഗ്രികൾച്ചർ ഫാമിംഗ് ഉള്ള രീതിയിൽ വളങ്ങളും എല്ലാം തന്നെ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കാത്ത രീതിയിലാണ് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ജില്ലയിൽ ഈ പദ്ധതി പൊതുജനങ്ങൾക്കിടയിൽ മികച്ച രീതിയിൽ സ്വീകാര്യത നേടിയിരിക്കുന്നു. വിഷരഹിത പച്ചക്കറികളും പൂവുകളും ഓരോ വീടുകളിലേക്കും എത്തിക്കുക എന്നതാണ് ഓണക്കനി നിറപ്പൊലിമയുടെ പ്രധാന ലക്ഷ്യം. പൊതുവിപണിയിലെ കുടുംബശ്രീ ഇടപെടൽ എന്നതിനൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് പച്ചക്കറി കൃഷിയിലൂടെയും പൂക്കൃഷിയിലൂടെയും ഓണക്കാലത്ത് ഒരു വരുമാനം ഉറപ്പുവരുത്തുക എന്നുള്ള പ്രധാനമായിട്ടുള്ള ഉദ്ദേശമാണ് ഈ രണ്ട് പദ്ധതികൾക്കും പിറകിലുള്ളത്. ഓണക്കനികളും അതുപോലെ തന്നെ പൂക്കളും വിപണനം ചെയ്യാനായിട്ട് കോഴിക്കോട് ജില്ലയിലെ 82 CDSകളിലും വിപണന മേളകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ പൂക്കൃഷി തുടങ്ങിയിട്ട് 2.5 മാസം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ കാട് മൂടിക്കിടന്ന തരിശായ സ്ഥലമായിരുന്നു. കഴിഞ്ഞ വർഷം ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് JCB വെച്ച് റെഡിയാക്കിയതിന് ശേഷം പച്ചക്കറി നട്ടു. അതിനുശേഷം ഈ വർഷം പൂക്കൃഷിയിലേക്ക് വന്നതാണ്. നല്ല കൂട്ടായ്മയോടും കൂടെ ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ഗ്രൂപ്പായിട്ട് തന്നെ ഞങ്ങൾ ഈ കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോയി വലിയ രീതിയിൽ ഉദ്ഘാടനമൊക്കെ നടത്തി. അതിനുശേഷം ഞങ്ങൾക്കിപ്പോൾ നല്ല സെയിലുമാണ്. ഇവിടെ തന്നെ വന്ന് സെയിൽ ചെയ്യുന്ന, വേറെ പുറത്തേക്കൊന്നും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുക്കാതെ ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിക്കൊണ്ട് ഇവിടെ സെയിലാക്കിയതാണ്. അപ്പോൾ ഇത് ഇപ്പം തന്നെ വൈകുന്നേരം രാവിലെയൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുള്ള് ആളുകളാണ്, നിറയെ ആളുകളാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ വന്ന സമയത്ത് തന്നെ റീൽസിൻ്റെ ആൾ, ഇപ്പോൾ ഒരു ഓണപ്പാട്ടിൻ്റെ വീഡിയോ എടുക്കുന്ന ആളുകൾ എല്ലാവരും ഉണ്ട്. ഒരു 50 കിലോ പൂവ് ഞങ്ങൾ ഈ ദിവസം കൊണ്ട് തന്നെ വിറ്റ് കഴിഞ്ഞു, ഈ 4 ദിവസം കൊണ്ട്. അപ്പോൾ ബാക്കി ഇത്രയും സാധനങ്ങളുണ്ട്. എന്തായാലും ഞങ്ങൾക്കിത് നല്ലൊരു അനുഭവം തന്നെയാണ് ഈ ഒരു വർഷം. കഴിഞ്ഞ വർഷം ഞങ്ങൾ പൂക്കൃഷി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയൊരു സെയിൽ കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് ഓണത്തിന് പൂവ് പറിച്ചു കൊടുക്കാനോ പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പൂജേൻ്റെ സമയത്താണ് പൂവ് കൊടുത്തത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഓണത്തിന് ഇങ്ങനെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിന് വളരെ ഹാപ്പിയാണ്. ജില്ലയിലെ മുഴുവൻ CDSകളിലും സംഘകൃഷി ഗ്രൂപ്പുകളാണ് ഇതിന് നേതൃത്വം നൽകി വിപണിയിലേക്ക് എത്തിക്കുന്നത്. ജില്ലയിൽ 596 JLGയിലെ 2527 അംഗങ്ങളുടെ കീഴിൽ 325 ഏക്കറിൽ പച്ചക്കറിയും 325 JLGയിലെ 1374 അംഗങ്ങളുടെ കീഴിൽ 137 ഏക്കറിൽ പൂക്കളും കൃഷി ചെയ്യുന്നു. ഇടനിലക്കാരെ ആശ്രയിക്കാതെ കച്ചവടക്കാരിലേക്ക് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ടെത്തിക്കുക എന്നതും ഇതിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവനുകളിൽ നിന്നുള്ള പച്ചക്കറികളുടെ തൈകളും
അതോടൊപ്പം തന്നെ പൂക്കളുടെ തൈകളും ലഭ്യമാക്കിക്കൊണ്ടും കുടുംബശ്രീ മുഖേന സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടുമാണ് വനിതാ കർഷകരെ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ളത്. ഞങ്ങൾ JLGൻ്റെ ആയിട്ട് 15 ആൾ ഗ്രൂപ്പിലുള്ള കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള JLGൻ്റെ ഗ്രൂപ്പിൽ കൃഷി പൂക്കൃഷി ഉണ്ടാക്കിയതാണ്. ജൂൺ 30-നാണ് ഞങ്ങളത് തുടക്കം തൈ നട്ടത്. അപ്പോൾ ജൂൺ 15-ന് വളമിട്ട് ആദ്യം കുമ്മായമൊക്കെ ഇട്ടിട്ടാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ കുറച്ച് വളം പിന്നെയും ഇട്ട് ചാണകപ്പൊടിയെല്ലാം ഇട്ട് ഇപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല പൂവായി കിട്ടിയിട്ടുണ്ട്. വന്ദന കുടുംബശ്രീൻ്റെ പേരുള്ളതാണ് ഞങ്ങളെ ഈ JLG. 2 ഗ്രൂപ്പായിട്ടുള്ള JLG ആണ്. ഒന്ന് ഒരുമ JLG, ഒന്ന് കീർത്തനം. അതിൻ്റെ കൂടെയുള്ള എല്ലാവരും കൂടി ഉണ്ടാക്കിയതാണ് ഈ പൂക്കൃഷി. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കൃഷിഭവനിലൂടെ നമുക്ക് ഈ തൈകൾ ലഭിച്ചിട്ടുള്ളത്. നമ്മളതിന് സെലക്ട് ചെയ്തത് കുടുംബശ്രീ ഗ്രൂപ്പുകളെയും അതുപോലെ തന്നെ JLG ഗ്രൂപ്പുകളെയാണ് സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു വളം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബശ്രീ FSC ഫണ്ടിൽ നിന്നും സബ്സിഡിയും കൂടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം 7-7.25 ഏക്കറോളം നമ്മുടെ കൂട്ടൂർ പഞ്ചായത്തിൽ ഇവർ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജില്ലാ മിഷനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിറപ്പൊലിമ എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പദ്ധതി ഇവിടെ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും പൂക്കളങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പൂക്കളും കോഴിക്കോട് ജില്ലയിലെ 82 CDSകളിലും നടക്കുന്ന ഓണം വിപണന മേളകളിലൂടെ പൊതുവിപണിയിലേക്ക് എത്തുകയാണ്. ഇത്തവണത്തെ ഓണം കോഴിക്കോട് ജില്ലയിലെ സംഘകൃഷി ഗ്രൂപ്പുകൾക്കും കുടുംബശ്രീ സംരംഭകർക്കും കൂടുതൽ സന്തോഷകരമായ, കൂടുതൽ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ഓണമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോഴിക്കോട് ജില്ലയിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകൾക്കും കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.